ഹായ് ഫ്രണ്ട്സ്, ഞാനൊരു പ്രത്യേക കാര്യം പറയാനായിട്ടാണ് വന്നത്. ഞാനൊരു മെൻ്റൽ ഹെൽത്ത് പ്രൊവൈഡർ അല്ല, ഒരു സൈക്കോളജിസ്റ്റ് അല്ല. ഇങ്ങനെയുള്ള ഒരു പ്രത്യേകതയും ഇല്ല എങ്കിൽ പോലും ഞാൻ ദിവസവും ഇടപഴകുന്ന ചില കുട്ടികളായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ അഡൽസ് ആയിക്കൊള്ളട്ടെ, ഞാൻ നിരന്തരം കേൾക്കുന്ന ചില കാര്യങ്ങളുടെ ബേസിൽ അതിനോട് ആണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഇമാൻ എന്ന് പറയുന്ന ഒരു 19 വയസ്സുള്ള ഒരു ടിക്ടോക്ക് സ്റ്റാർ ഒരു കുട്ടി, അവൾക്ക് മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അത് അവളുടെ ലൈഫ് സ്റ്റൈൽ വീഡിയോസ് വഴി ഇൻസ്റ്റയിലുമൊക്കെ എപ്പോഴും വന്ന് പറയാറുണ്ടായിരുന്നു. അവൾ ഫേസ് ചെയ്യുന്ന ഇഷ്യൂസും അതിനെ അവൾ എങ്ങനെ ഓവർകം ചെയ്തു ഇതെല്ലാം പറയാറുണ്ടായിരുന്നെങ്കിലും ഈ കഴിഞ്ഞ ദിവസം ആ കുട്ടി സൂയിസൈഡ് വഴിയായി ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. അപ്പോൾ നമ്മളുടെ നാട്ടിലാണെങ്കിൽ പോലും, അമേരിക്കയിലാണെങ്കിലും യൂറോപ്പിലാണെങ്കിലും എല്ലായിടത്തും ഈ 5ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾ മുതൽ ടീനേജേഴ്സ് വരെ, അല്ലെങ്കിൽ 20s കുട്ടികൾ വരെയും ആത്മഹത്യ ചെയ്യുന്ന ഒരു വലിയ പ്രവണത നമ്മൾ കണ്ടുവരുന്നുണ്ട്. സോ ഇത് ഒരു പരിധി വരെ നമ്മൾക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. കാരണം ഞാൻ പലപ്പോഴും സംസാരിച്ചിട്ടുള്ള ആളുകൾ മെൻ്റൽ ഹെൽത്ത് പ്രൊവൈഡേഴ്സിനും സൈക്കോളജിസ്റ്റിനും സൈക്കാട്രിസ്റ്റിനും ഒക്കെ ഇതുമായിട്ട് ഒരുപാട് നോളജ് ഉണ്ട്. അവർക്കത് മെഡിക്കൽ ടേംസിലും അല്ലെങ്കിൽ ഒന്നുകൂടി അവർക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ഞാൻ ഒരു കോമൺ മാൻ പറയുന്നത് പോലെ ഞാൻ പറയുകയാണ്. എന്നോട് ഷെയർ ചെയ്തിട്ടുള്ള ആ ഒരു കാര്യങ്ങളുടെ ബേസിലാണ് ഞാൻ ഈ പറയുന്നത്. നമ്മളുടെ കുട്ടികൾ പലപ്പോഴും അവരുടെ ഫിസിക്കൽ സിംറ്റംസ്, ചിലപ്പോൾ ചെസ്റ്റ് പെയിൻ ആയിട്ടും ഹാർട്ട് റേറ്റ് ഹൈ ആവും, അല്ലെങ്കിൽ അവർ മുൻപന്തിയിൽ നിന്നിരുന്ന പല കാര്യങ്ങളും അവർ പുറകോട്ട് മാറുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കാണുമ്പോൾ മനസ്സിലാവേണ്ടത് അതൊരു ഫിസിക്കൽ സിംറ്റം അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ ഡിസോർഡർ ആയിരിക്കില്ല. അവരുടെ ആ ഒരു സ്ട്രെസ് അല്ലെങ്കിൽ അതൊരു ആൻസൈറ്റിയുടെ ബേസിലായിരിക്കും. നമ്മളുടെ ഒരുപാട് കുട്ടികൾ ആൻസൈറ്റിക്ക് മെഡിസിൻ എടുക്കുന്നുണ്ട്. അത് ആ അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള പേരൻസ് ആണ് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പോകുന്നത്. അത് ഏറ്റവും വലിയൊരു കാര്യമാണ് അവർ ആ കുട്ടികൾക്ക് വേണ്ടി ചെയ്യുന്നത്. കാരണം പലപ്പോഴും നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാതെ പോകുന്നു എന്നുള്ളതാണ്. എൻ്റെ മോൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, മമ്മി പല കാര്യങ്ങളും എനിക്ക് മമ്മിയോട് പറഞ്ഞെന്ന് തോന്നിയിട്ട് എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ പറയാതിരുന്നിട്ടുണ്ട്, ഞാൻ ഒത്തിരി സ്ട്രെസ് അനുഭവിച്ചിട്ടുണ്ട് എന്ന് അവൾ എന്നോട് ഓപ്പണായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അങ്ങനെ അവൾ പറഞ്ഞതിന് ശേഷമെങ്കിലും ഞാൻ അവളെ കൂടുതൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഓപ്പണായിട്ട് സംസാരിക്കുകയും, മോൻ്റെ കാര്യം വന്നപ്പോൾ ഞാൻ ഒന്നും കൂടെ സമയമെടുത്ത് അവനുമായിട്ട് സംസാരിക്കുകയും അവൻ്റെ സ്കൂൾ കാര്യങ്ങളായാലും എല്ലാ കാര്യങ്ങളും അവനുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ സമയം കണ്ടെത്തുകയും ചെയ്യാറുണ്ട്. പലപ്പോഴും നമ്മൾ പേരൻസ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണിത്. കാരണം നമ്മൾ ചിന്തിക്കും കുട്ടികളെ വളരെ എപ്പോഴും ഹാപ്പി ആയിട്ടും അവരവരുടെ നല്ല അക്കാഡമിക്കലി നല്ല ഒരു ഗ്രേഡും ഒക്കെ കീപ്പ് ചെയ്ത് പോകുമ്പോൾ അവർക്കൊരു പ്രശ്നങ്ങളുമില്ലെന്ന്. അവർ പല കാര്യങ്ങൾ അവർ ഉള്ളിൽ ഒതുക്കുകയായിരിക്കും. നമുക്ക് ചെറിയ കാര്യങ്ങളെന്ന് തോന്നുന്നത് അവർക്ക് വലിയൊരു പർവ്വതീകരിക്കപ്പെട്ട വിഷയമായിരിക്കും. അത് അവർ അഡ്രസ്സ് ചെയ്യുമ്പോൾ അതിനെ ഇഗ്നോർ ചെയ്യാതെ അതിനെ ലിസൺ ചെയ്യാനും അതിൻ്റെ കൂടുതൽ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചില കാര്യങ്ങൾ അവരോട് ചോദിക്കുകയും ചെയ്യുമ്പോൾ ഒരു പക്ഷേ അവരത് നമ്മളോട് പറയും. അതല്ല, അവർക്കതിന് കൂടുതൽ ഹെൽപ്പ് വേണമെന്ന് തോന്നിയെങ്കിൽ നമ്മൾ അവരെ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് കാണിക്കുകയോ, അല്ലെങ്കിൽ അവരെ ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ നീഡ് വേണ്ടി വന്നാൽ അത് തന്നെയല്ല മരുന്നെടുക്കേണ്ട ഒരു അവസ്ഥ വന്നെങ്കിൽ പോലും അവർക്ക് ചിലത് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ അല്ലെങ്കിൽ ചില ഹോർമോണിൻ്റെ ഇഷ്യൂസ് ആയിരിക്കാം. അത് ചിലപ്പം വളരെ ഈസി ആയിട്ട് പരിഹരിക്കാവുന്ന ഒരു കാര്യമായിരിക്കും. സോ ഒരു കൗൺസിലിംഗ് മുതൽ മെഡിക്കേഷൻ എടുക്കേണ്ട ഒരു അവസ്ഥ വരെ വന്നെങ്കിൽ പോലും അവരുടെ ആ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യപ്പെട്ടാൽ അവർക്ക് നല്ല ഒരു അക്കാഡമിക് ആൻഡ് കരിയർ ലൈഫ് ആൻഡ് ഫാമിലി ലൈഫ് ഉണ്ടാകുന്നതിന് പിന്നീട് അത് സാധിക്കും. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ഇഗ്നോർ ചെയ്ത് കളയാതെ കുട്ടികൾക്ക് അവരെ ലിസൺ ചെയ്യാനും, അവർക്കും പ്രോബ്ലംസ് ഉണ്ട്, നമ്മൾ ചെറിയ വിഷയമെന്ന് കരുതുന്ന ചില കാര്യങ്ങൾ അവരെ സംബന്ധിച്ച് വലിയൊരു വിഷയമാണ് എന്നുള്ള രീതിയിൽ തന്നെ അവരോട് സംസാരിക്കാനും ഇടപെടാനും നമുക്ക് സാധിക്കുന്നുവെങ്കിൽ ഇതുപോലുള്ള ആത്മഹത്യകളും ആത്മഹത്യാ പ്രവണതകളും നമുക്ക് ഒഴിവാക്കാൻ പറ്റും. എസ്പെഷ്യലി നമ്മുടെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാനും ഒക്കെ ഭയങ്കര നാണക്കേടും, അല്ലെങ്കിൽ അതൊക്കെ ഭയങ്കര ടാബു ആൻഡ് സോഷ്യൽ സ്റ്റിഗ്മ ഇഷ്യൂസാണ്. അതൊക്കെ നമ്മൾ മറന്നിട്ട്, കാരണം നമ്മളുടെ തലമുറകൾ നല്ല രീതിയിൽ വരാൻ വേണ്ടിയിട്ട് അവരെ ഗൈഡ് ചെയ്യാൻ നമുക്ക് സാധിക്കണമെങ്കിൽ അവരുമായിട്ട് നമ്മൾ സംസാരിച്ച് അവർക്ക് ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് അഡ്രസ്സ് ചെയ്ത് അതിന് ട്രീറ്റ്മെൻറ്റ് ആവശ്യമാണെങ്കിൽ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു തലമുറയെ വാർത്തെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇത്രയും എനിക്ക് പറയണമെന്ന് തോന്നി. താങ്ക് യു സോ മച്ച്.